സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. തിമോഥെയോസിന് എഴുതിയ 2 ലേഖനം 2:22 വാക്യം വായിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. വിശുദ്ധനായ പൗലോസ് യൗവനക്കാരനായിരിക്കുന്ന തിമോഥെയോസിന് ഈ ലേഖനം എഴുതിക്കൊണ്ട് യൗവനപ്രായത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എല്ലാ വ്യക്തികളും തന്നെ യൗവനകാലത്തെ കഴിഞ്ഞ് വന്നവരാണ്. എന്നാൽ യൗവനപ്രായത്തിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നാം പ്രവർത്തിച്ചത് കാരണമായിട്ട് അതിൻ്റെ ഫലത്തെ നാം ഇന്ന് അനുഭവിക്കുന്നു. നാം വിതയ്ക്കുന്നതായിരിക്കും നാം പലപ്പോഴും കൊയ്യാറുള്ളത്. ഒരു യൗവനക്കാരൻ തൻ്റെ പ്രായത്തെ കർത്താവിനു വേണ്ടി സമർപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ കൂടി വൻ കാര്യങ്ങൾ വെളിപ്പെടാനിടയാകും. അവൻ്റെ ജീവിതത്തിൽ കൂടി അനേകർ അനുഗ്രഹിക്കപ്പെടാനിടയാകും. എന്നാൽ ഒരു വ്യക്തി തൻ്റെ യൗവന മോഹങ്ങൾക്ക് കീഴ്പ്പെട്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുകയാണെങ്കിൽ പിന്നെന്താണ് സംഭവിക്കുന്നതെന്ന് പറയണമോ? ഇന്ന് നോക്കൂ, എത്രയോ യൗവനക്കാർ തൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു, ജീവിതത്തെ ചീത്തയാക്കുന്നു. നോക്കൂ, യൗവനം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അപകടകരമായ ഒരു കാലമാണ്. അതേ സമയത്ത് യൗവനക്കാലം പ്രധാനപ്പെട്ട ഒരു കാലവുമാണ്. പ്രധാനപ്പെട്ടതായ ആ പ്രായത്തെ നല്ലതായി വിനിയോഗിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകുവാനിടയാകും. ഈ വചനം കേൾക്കുന്ന നിങ്ങൾ യൗവനക്കാരനാണോ? എങ്കിൽ ഈ പറയുന്ന വചനങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വെച്ചിട്ട് അതിൻ പ്രകാരം ജീവിക്കുവാൻ നിങ്ങൾ ഇനിയുള്ള കാലങ്ങളിൽ പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ മക്കളും അനുഗ്രഹിക്കപ്പെടാനിടയാകും. യൗവനമോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? യൗവനകാലത്തെ ആഗ്രഹം എന്താണ്? നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം, ആഡംബരത്തോടെ ജീവിക്കണം, സ്വാതന്ത്ര്യത്തോടു കൂടി നടക്കണം എന്നുള്ള ആഗ്രഹം യൗവനകാലത്ത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്നതാണ്. ആ സമയത്ത് അവർ അതിനെ നിയന്ത്രിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് തെറ്റായി പോകുന്നതായിട്ട് കാണാം. ആ സമയത്ത് അവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതായ മാതാപിതാക്കൾ അവരെ ശിക്ഷിക്കുന്നതായിട്ടും അവരെ ഭരിക്കുന്നതായിട്ടും ജീവിതത്തിൽ ചെയ്യുന്നത് കാരണമായിട്ട് അവർ അനുസരണക്കേട് നടത്തുകയും ചെയ്യും. ഒരു ടീനേജ് പ്രായത്തിൽ അവൻ ശരിയായ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ബാല്യകാലത്തിൽ മുതലേ അവന് ശരിയായ രീതിയിൽ നാം വളർത്തിക്കൊണ്ടുവരണം. ഇന്ന് യൗവനക്കാർ ചീത്തയായി പോകുന്നതിൻ്റെ കാരണം ചീത്തയായിപ്പോയ ഒരു വ്യക്തിയെ നോക്കി അനുകരിക്കുന്നത് ഇന്നുള്ള യൗവനക്കാർക്ക് ശീലമായി മാറിയിരിക്കുന്നു, സാധാരണമായിരിക്കുന്നു. ആരെങ്കിലും ഒരു മോശമായ കാര്യം ചെയ്യുകയാണെങ്കിൽ അത് കണ്ടിട്ട് അതുപോലെ ചെയ്യുവാനുള്ള സ്വഭാവം യൗവനക്കാർക്ക് ഉണ്ടാകുന്നു. അതുകൊണ്ട് അവർ സ്കൂളുകളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളെ നോക്കിയിട്ട് അവരെപ്പോലെ ആയിരിക്കണമെന്നും അവരെപ്പോലെ വസ്ത്രം ധരിക്കണമെന്നുമൊക്കെ ഉള്ള ആഗ്രഹമുണ്ടായിട്ട് അവരെപ്പോലെ എനിക്ക് നടക്കണം, അവരുടെയുള്ള വസ്തുക്കൾ എനിക്ക് വേണം എന്ന് വീട്ടിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുമാത്രമല്ല, അവർ വളർന്നു വരുന്നതായ സമയത്ത് അവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്നതിൻ്റെ കാരണം മറ്റുള്ള ആരോ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് മദ്യം കുടിക്കുന്നത് കണ്ടിട്ട് ആഗ്രഹമുണ്ടായിട്ട് അവരെപ്പോലെ തനിക്കും അത് ചെയ്താൽ കൊള്ളാം എന്നുള്ളതായ ആഗ്രഹം ഉണ്ടായിട്ട് ഇവരുടെ ജീവിതവും നാശമായി പോകുന്നത് ഇന്ന് കാണുന്നു. ഈ സന്ദേശം കേൾക്കുന്ന യൗവനക്കാരാ അല്ലെങ്കിൽ മാതാപിതാക്കളെ, നിങ്ങളുടെയോ നിങ്ങളുടെ മക്കളുടെയോ അവസ്ഥ അങ്ങനെയാകുന്നു. നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ല, കോളേജിൽ പോയിട്ട് നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നില്ല എന്ന വേദനയോടെ നിങ്ങളായിരിക്കുന്നു. അവർ പഠനത്തിൽ ശ്രദ്ധിക്കാതെ സമയത്തെ വൃഥാവാക്കി കളയുന്നു എന്ന ദുഃഖത്തോടെ നിങ്ങൾ ആയിരിക്കുന്നുവോ? യൗവനകാലത്ത് ഇങ്ങനെയുള്ള മോഹങ്ങൾ അവർക്ക് സർവ്വസാധാരണമാണ്. എന്നാൽ അതിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നതായ കർത്താവുണ്ടെന്ന് വിശ്വസിക്കൂ. നിങ്ങളുടെ മക്കളോട് സ്നേഹത്തോടെ പെരുമാറുക. അവരോട് എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത് പോലെ എന്ത് ചെയ്യണമെന്ന് പറയേണ്ടതും അത്യാവശ്യമാണല്ലോ. നിങ്ങളുടെ മക്കൾ സ്നേഹത്തോടെ നിങ്ങളോട് വന്ന് പറയേണ്ടതായ ഒരു സ്വാതന്ത്ര്യം നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. എന്തെങ്കിലുമുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടുകാരോടോ മറ്റുള്ള ആളുകളോടോ പറയാതെ നിങ്ങളോട് വന്ന് പറയാനുള്ളതായ സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ സ്നേഹത്തോടെ പെരുമാറുക. അവരെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരെ നല്ല വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അവര് 18-19 വയസ്സ് എത്തുമ്പോഴേക്കും അവർക്ക് കോളേജിൽ ഉള്ളതായ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടും ഒരു തരമുള്ള ആകർഷണം ഉണ്ടാകുന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ അതിനെ പ്രേമമായിട്ട് തെറ്റിദ്ധരിച്ച് തെറ്റിപ്പോകുന്നത് പലപ്പോഴും കാണും. യൗവന മോഹങ്ങളിൽ പെട്ടുകൊണ്ട് എത്രയോ പേർ വിശുദ്ധിയെ നഷ്ടപ്പെടുത്തുന്നു. ചില പെൺകുട്ടികൾ തങ്ങളുടെ കന്യകാത്വത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ശരീരം ഒരു ദേവാലയമായി കാക്കണമെന്നാണ്. നിങ്ങളുടെ അറിവുകൾ കൊണ്ട് ചെയ്തതായ തെറ്റുകൾക്ക് ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്.
വിവാഹത്തിന് മുൻപ് തന്നെ പാപപ്രവർത്തികൾ ചെയ്തിട്ട് കുടുംബജീവിതത്തിൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. യൗവനക്കാരാ, നിന്റെ യൗവന മോഹങ്ങളെ വിട്ടിട്ട് നീ ഓടിപ്പോവുക. യൗവനകാലത്ത് നീ മറ്റുള്ള ആളുകളെ പോലെ ആയിരിക്കണമെന്നുള്ള ആഗ്രഹം നീ വിട്ടുകളയുക. ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുകയാണ്. നീ മറ്റുള്ള ഒരു വ്യക്തിയെപ്പോലെ ആയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ മേലുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തെ നീ മനസ്സിലാക്കുകയാണെങ്കിൽ നീ മറ്റുള്ളവരെ പോലെ ആയിരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എന്നെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, എൻ്റെ ജീവിതത്തിലെ ദൈവിക പദ്ധതികൾ എന്താണ് എന്ന് നീ ചോദിച്ച് മനസ്സിലാക്കിയാൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ നീ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഈ കാലത്ത് എത്രയോ ആളുകൾ യൗവന മോഹത്താൽ നിറഞ്ഞുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നവരുണ്ട്. യൗവനക്കാരന് യൗവന മോഹങ്ങളെ ജയിക്കുവാൻ കഴിയുന്നില്ല. യൗവനകാലത്ത് നിനക്ക് നല്ല ആരോഗ്യമുണ്ട്, ചന്തമുണ്ട്, ഓജസ്സുണ്ട്. അവയെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ എങ്ങനെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ കഴിയും? യൗവനക്കാരാ, നീ ശാന്തതയോടെ ജീവിക്കുക. നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ഒരു പ്രശ്നമുണ്ടായെന്നും പറഞ്ഞ്, പരാജയമുണ്ടായെന്നും പറഞ്ഞ് മരിക്കുവാൻ വേണ്ടി നീ ആഗ്രഹിക്കുകയാണോ? ഒരിക്കലും അരുത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പരാജയങ്ങളെയും ചവിട്ടുപടികളായിട്ട് നാം കാണണം. ആ പരാജയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അധികം മുന്നേറുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ പലപ്പോഴും നമുക്ക് ഉപകാരപ്രദമായി തീരുന്നുണ്ട്. പരാജയം വന്നുവെന്ന് പറഞ്ഞ് ദുഃഖിച്ചിരിക്കരുത്. പരാജയം സംഭവിച്ചുവെന്ന് പറഞ്ഞ് നിന്നു പോകരുത്. അതിനെ മറികടന്നു പോകുമ്പോഴാണ് അനുഗ്രഹമുണ്ടാകുന്നത്. യൗവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ന് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ എത്രയോ മാതാപിതാക്കൾ ഇന്ന് അവരുടെ ജീവിതത്തെ പരിഗണിക്കാത്തതുകൊണ്ട് എത്രയോ യൗവനക്കാർ അവരുടെ ജീവിതത്തെ വൃഥാവാക്കി കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സന്ദേശത്തെ ദൈവം നിങ്ങൾക്ക് നൽകുകയാണ്. ഈ സന്ദേശം കേൾക്കുന്നതായ എല്ലാ യൗവനക്കാരുടെ മേലും ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്, മറക്കരുത്. മാതാവിന്റെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ കണ്ടതായ കർത്താവിന് നിന്റെ മേൽ പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ച് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി നീ സ്വീകരിച്ചാൽ അവന്റെ പദ്ധതി നിനക്ക് അറിയുവാൻ കഴിയും. പ്രിയ യൗവനക്കാരാ, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഒരിക്കലും മറക്കരുത്. ദൈവത്തിന് നിന്റെ മേൽ വലിയ ഒരു പദ്ധതിയുണ്ട്, മറന്നു പോകരുത്. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ലോകപ്രകാരം ജീവിച്ചുകൊണ്ട് ജീവിതത്തെ വൃഥാവാക്കി കളയാതെ ഇന്ന് തന്നെ കർത്താവേ, എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ നീ എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ ഉദ്ദേശം എന്താകുന്നു എന്ന് വെളിപ്പെടുത്തണമെന്ന് ചോദിച്ച് അവൻ്റെ ഹിതപ്രകാരം നടന്ന് അവൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ നീ എപ്പോഴും പരിശീലിക്കുക. നീ അനുഗ്രഹിക്കപ്പെടും, നന്മ പ്രാപിക്കും, അനേകർക്കും നീ അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്യും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ പ്രാർത്ഥനയിൽ ഏകീഭവിക്കുന്നതായ എല്ലാ യൗവനക്കാരെയും യൗവനക്കാരത്തികളെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരിക്കലും അവരുടെ ജീവിതം വൃഥാവായി പോകാതെ വണ്ണം അവരുടെ ജീവിതകാലത്തിൽ നിന്നെ അറിയുന്നവനായി ജീവിക്കുവാൻ, അവരുടെ യൗവനക്കാലത്തെ വൃഥാവാക്കി കളയാതെ നിന്റെ സാക്ഷികളായി ജീവിക്കേണ്ടതിന് അവരെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ വാക്ക് അനുസരിക്കുന്നില്ല, ഞങ്ങൾക്കെതിരായിട്ട് അവർ സംസാരിക്കുന്നു, അവർ അവരുടെ ജീവിതത്തെ വൃഥാവാക്കി കളയുന്നു എന്ന വേദനയോടുകൂടി ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും നീ ദർശിക്കണമേ കർത്താവേ. നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ, അപേക്ഷിക്കുവാൻ അവരെ നീ സഹായിക്കണമേ. ഒരു വ്യക്തി നശിച്ചു പോകുവാൻ നീ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതങ്ങൾ വിലയേറിയ ജീവിതങ്ങളാണ്. പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, ലോകത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, നശിച്ചു പോകാതെ, യൗവന മോഹങ്ങളിൽപ്പെട്ട് പാപത്തിന് ഇടം കൊടുത്ത് ലോകത്തിൻ്റെ സ്നേഹത്തിന് ഇടം കൊടുത്തുകൊണ്ട് നശിച്ചു പോകാതിരിക്കുവാൻ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ യൗവനക്കാരുകളും യൗവനക്കാരന്മാരും അനുഗ്രഹിക്കപ്പെടുവാൻ നീ അവരോട് സംസാരിക്കണമേ. നിന്റെ ദർശനങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനായി നിന്റെ സംസാരം അവരെ കേൾപ്പിക്കണമേ. നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ നടക്കേണ്ടതിനായി, നിന്റെ സാക്ഷികളായി ജീവിക്കേണ്ടതിനായിട്ട് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും നീ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. അനുഗ്രഹീതമായ ശുശ്രൂഷ നിങ്ങളും ഭാഗവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ സംഭാവനയും സഹായം അയച്ചു തന്നുകൊണ്ട് ഇതിൽ ഭാഗവാക്കായി കർത്താവ് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുക. നിങ്ങൾ നൽകുന്ന എല്ലാ സഹായങ്ങളും വിശ്വസ്തയോടെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ബാങ്കിൽ കൂടി സംഭാവന അയക്കുന്ന സമയത്ത് ബാങ്കിലുള്ള ആളുകളോട് നിങ്ങളുടെ പേരും വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തന്മൂലം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് മറുപടി നൽകുവാനും അത് സഹായകരമാകും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ അറിയിക്കുക. ഫോൺ ചെയ്യുക, SMS അയയ്ക്കുക, ഇമെയിൽ അയയ്ക്കുക. കർത്താവിൻ്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കത്തോടെ ആയിരിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുത കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവിൻ്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശുവേ യേശുവേ യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ